എല്ലാവർക്കും നീതു നാഗേന്ദ്രൻ ബ്ലോഗ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളിത് പഴങ്കഞ്ഞി കുടിക്കാൻ പോകുന്നതാണ് ഗൈസ്. അപ്പോൾ രണ്ട് ചെറിയ ചരിവൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പഴങ്കഞ്ഞിയാണ്. അപ്പോൾ പഴങ്കഞ്ഞിക്ക് എന്തൊക്കെയാണ് കൂട്ടുള്ളത് നമുക്ക് നോക്കാം. പഴങ്കഞ്ഞി, മുട്ട പൊരിച്ചത്, 2 പച്ചമുളക്, കുറച്ച് ഉള്ളി അരിഞ്ഞത്, തൈരുടച്ചത്, പിന്നെ മുരള മീൻകറി. ഇതാണ് കേട്ടോ നമ്മുടെ പഴങ്കഞ്ഞി കുടിക്കാനുള്ള. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് തൈരൊക്കെ ഉടച്ച് എല്ലാം കൂടെ സെറ്റ് ചെയ്ത് കഴിക്കാമെന്ന്. അപ്പോൾ നീനുവാണ് നമ്മുടെ പഴങ്കഞ്ഞി സെറ്റ് ചെയ്യാൻ പോകുന്നത്. വരും നീനു, സെറ്റ് ചെയ്യാം. പഴങ്കഞ്ഞി എടുത്തു, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു, പഴങ്കഞ്ഞി വെള്ളം. അപ്പോൾ ഗൈസ് നമ്മുടെ പഴങ്കഞ്ഞിയുടെ കൂട്ടത്ത് കുടിക്കാനായിട്ട് അല്ലേ തൈരുണ്ട് കേട്ടോ, തൈരുണ്ടായിരുന്നു. പിന്നെ മുട്ട പൊരിച്ചത്, പച്ചമുളക്, മുട്ട ലാസ്റ്റ് വെച്ചാൽ മതിയായിരുന്നു, തൈരൊക്കെ ഒഴിക്കും. സവാള ഇട്ടു, ഇനി ഇതിലോട്ട് നല്ല തൈര് അല്ലെ കട്ടി തൈര് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇത് എന്തോന്ന് മീനാണ്? മുരള മീൻ ഒഴിച്ചു, മീൻകറി ഒഴിച്ചു. ഇനി എന്താണ്? ഒരു പച്ചമുളക്, ഇനി ഓംപ്ലേറ്റ്, ലാസ്റ്റ് ഓംപ്ലേറ്റ്. കയ്യിലെടുക്കൂ, രണ്ടും കയ്യിലെടുക്കും. അപ്പോൾ ഗൈസ് കണ്ടില്ലേ, നീനിതാ പഴങ്കഞ്ഞിയൊക്കെ സെറ്റ് ചെയ്ത് ഇതാ കണ്ടില്ലേ. അപ്പോൾ ഇതാണ് നമ്മളിന്ന് കുടിക്കാൻ പോകുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഞങ്ങളങ്ങനെ പഴങ്കഞ്ഞി കുടിക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യം തന്നെ ഈ മുട്ട എടുത്ത് മാറ്റി വെക്കും. വെള്ളം കുടിക്കാം. എന്തോന്നില്ല, തൈരും മീൻകറിയും എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്യാം. മുരള മീനാണേ, മുള്ളുണ്ട് നല്ല രീതിയിൽ. നമ്മുടെ ഈ മീൻകറിന് പുളിഞ്ചിക്കൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല പുളിക്ക് വേണ്ടി. പുളിഞ്ചിക്കയും പിന്നെ പച്ചമുളക്, മുട്ടയിൽ പൊരിക്കാൻ നേരത്ത് മുളക് ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ, എല്ലാം കൂടെ ഇങ്ങനെ. സവാള ഇട്ടിട്ടുണ്ട്, എടുത്തോ.
എരി. മുളകില്ല. ഞങ്ങൾ പഴങ്കഞ്ഞി ആക്കിയത് രാത്രി ഒരു 10:30-11 മണിക്കകത്ത് വന്നിട്ടാണ് ചോറൊന്നും കൂടെ വെച്ചത് കേട്ടോ. അതായത് കുറച്ച് ചോറെടുത്ത് വെച്ചു. ഞങ്ങൾക്ക് രാവിലെ വെക്കുന്നത് പിറ്റേ ദിവസം പഴങ്കഞ്ഞി കുടിച്ചാൽ ശരിയാകത്തില്ല. പക്ഷെ അച്ഛൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ പഴങ്കഞ്ഞിയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് പഴങ്കഞ്ഞി. പിറ്റേ ദിവസത്തേക്ക് എടുത്ത് മാറ്റി വയ്ക്കാൻ പറയും രാത്രി. ഞങ്ങൾ വീട്ടിൽ കാപ്പിയൊന്നും ഉണ്ടാക്കി കുടിക്കാറില്ല. കേട്ടോ തരുവാണോ? നല്ല രീതിയിൽ മുളക് ഇട്ടല്ലേ. നല്ല എരിവുണ്ട്. ആ എരിവൊക്കെ കൂടെ എല്ലാം വെച്ചു. ഇനി വെള്ളം കുടിച്ചാൽ മൊത്തമാവും അല്ലേ? ഇത്ര വെള്ളം മാത്രമേ ഇല്ല. പണി പണി. നമ്മൾ കഞ്ഞി, അതുപോലെ തന്നെ അതിൻ്റെ കൊടുത്ത് സവാള, ഒരു പച്ചമുളക് ഒരു പീസ്, പിന്നെ അതുപോലെ തന്നെ തൈര് ഉടച്ചത്, പിന്നെ മീൻ പേരുന്നത് മുരൾ മീൻ കറി വെച്ചത്, പിന്നെ മുട്ട ഓംപ്ലേറ്റ്. ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ പഴങ്കഞ്ഞി കുടിച്ചത്. നമ്മുടെ കഞ്ഞി നമ്മൾ രാത്രി ഏകദേശം ഒരു 11 മണിക്കൊക്കെ ശേഷം കടയിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷമാണ് ഞങ്ങൾ രാത്രി വെച്ചത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ പ്ലാൻ ചെയ്തായിരുന്നു ഇന്ന് പഴങ്കഞ്ഞിയുടെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാമെന്ന്, പഴങ്കഞ്ഞി കുടിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ ഈ പഴങ്കഞ്ഞിയൊക്കെ സെറ്റ് ചെയ്തത്. വെള്ളത്തിന് ഇത്ര വെള്ളമുള്ള. അതുപോലെ തന്നെ എനിക്ക് വെള്ളം, എനിക്ക് കടയിലൊക്കെ പോകാനാണ് വയറ് ഡമ്മായിരുന്നു, എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഇനി രാത്രി ഇനി വീട്ടിലോട്ട് വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പഴങ്കഞ്ഞി കുടിച്ച വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ എനേബിൾ ചെയ്യണം. ഞങ്ങളിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.